കൂട്ടുകാരെ, നിങ്ങളുടെ ഫോണിന് നിങ്ങളൊരു പവർ ബാങ്ക് വാങ്ങാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഏത് പവർ ബാങ്ക് വാങ്ങും? നമ്മൾ പല സൈറ്റുകളിലോ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഷോപ്പിലൊക്കെ പോയിട്ട് പവർ ബാങ്ക് നോക്കുന്ന സമയത്ത് പല പ്രൈസിലുള്ള അല്ലെങ്കിൽ പല MAH ഉള്ള പവർ ബാങ്കുകളും നിങ്ങൾക്ക് അവർ കാണിച്ചു തരും. പക്ഷേ നമുക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ വരും, ഏത് വാങ്ങണം. ഇപ്പോൾ ഞാൻ തന്നെ ഉദാഹരണമായിട്ട് ഞാൻ തന്നെ പറയാം. ഇത് 2 പവർ ബാങ്കാണ്. ഈ 10,000 MAH പവർ ബാങ്കാണ്. ബ്രാൻഡ് എന്ന് ഞാൻ പറയുന്നില്ല, 10,000 MAH പവർ ബാങ്കാണ്. പക്ഷേ ഈ ഒരു പവർ ബാങ്കിൻ്റെ വില എന്ന് പറയുന്നത് 10,000 MAH ഈ ഒരു പവർ ബാങ്കിൻ്റെ വില എന്ന് പറയുന്നത് 1000 രൂപയും ഈ ഒരു 10,000 MAH പവർ ബാങ്കിൻ്റെ വില 500 രൂപയുമാണ്. അപ്പോൾ നമ്മൾ സ്വാഭാവികപരമായി ചിന്തിക്കും, അപ്പോൾ നമുക്ക് 500 രൂപയുടെ വാങ്ങുന്നതല്ലേ നല്ലത്, അതാകുമ്പോൾ പൈസ ലാഭമായിരിക്കും എന്നുള്ളത്. പക്ഷേ അങ്ങനെ നിങ്ങൾ ഒരിക്കലും വാങ്ങരുത്. പവർ ബാങ്കിൻ്റെ ബാറ്ററി കപ്പാസിറ്റി, അതായത് MAH മാത്രം നോക്കിക്കൊണ്ട് നിങ്ങൾ ഒരിക്കലും പവർ ബാങ്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ പൈസ വെറുതെ കളയേണ്ടി വരുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് നോക്കണം? നിങ്ങൾ അതിൻ്റെ ഔട്ട്പുട്ട് വാട്ടും കൂടെ നോക്കണം എന്നുള്ളതാണ്. ഔട്ട്പുട്ട് വാട്ടും കൂടെ നിങ്ങൾ നോക്കണം. നമ്മൾ ഏത് നോക്കി പവർ ബാങ്ക് ചൂസ് ചെയ്യണം? ഒന്നാമതായിട്ട് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ ഫോൺ ഏത് കാറ്റഗറിയിലുള്ള ഫോണാണ്, ഏത് ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്ന ഫോണാണെന്നുള്ളത് നോക്കണം. ഉദാഹരണമായിട്ട് നിങ്ങളുടെ ഫോൺ ഒരു നോർമൽ ചാർജ് സപ്പോർട്ട് ചെയ്യുന്ന ഫോണാണ് എങ്കിൽ, അതായത് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യാത്ത ഒരു നോർമൽ ചാർജ് മാത്രം സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫോണാണ് എങ്കിൽ നിങ്ങൾക്ക് ഒരു 10 വാട്ട് അല്ലെങ്കിൽ 12 വാട്ടിൻ്റെ പവർ ബാങ്ക് നിങ്ങൾ വാങ്ങിച്ചാൽ മതിയാവും. അതാകുമ്പോഴത്തേക്കും 20,000 MAH തന്നെ ഏകദേശം ഒരു 700 രൂപയ്ക്കകത്ത് നിങ്ങൾക്ക് നല്ലൊരു സാധനം കിട്ടും, നല്ലൊരു പവർ ബാങ്ക് കിട്ടുമെന്നുള്ളതാണ്. എന്നാൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോൺ ഒരു ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ഫോണാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു 18 വാട്ട് കൂടുതലുള്ള അല്ലെങ്കിൽ 18 വാട്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള പവർ ബാങ്ക് നിങ്ങൾ തീർച്ചയായിട്ടും വാങ്ങണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഫോണ് ചാർജിങ് വളരെ സ്ലോ ആയിരിക്കും, ചിലപ്പോൾ ചാർജ് കയറത്തില്ല എന്ന് വരെ വരും. അത് നമ്മൾ പൈസ വേസ്റ്റ് ആകും. അപ്പോൾ നിങ്ങൾ കയ്യിലിരിക്കുന്ന ഒരു ഫോണ് ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്ന ഫോണാണെങ്കിൽ 18 വാട്ടെങ്കിലുള്ള ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പവർ ബാങ്കിൽ നിങ്ങൾ വാങ്ങണം. നിങ്ങളുടെ കയ്യിൽ കുറച്ചുകൂടെ പൈസ കയ്യിൽ കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്കത് 22.5 വോട്ടിൻ്റെയോ അല്ലെങ്കിൽ 13 വാട്ടിൻ്റെയോ അല്ലെങ്കിൽ 33 വാട്ടിൻ്റെയോ ഉള്ള പവർ ബാങ്ക് നിങ്ങൾ വാങ്ങുക. അതൊക്കെ ആകുമ്പോഴത്തേക്കും വളരെ നല്ല സ്പീഡായിട്ട് കയറുകയും ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ പവർ ബാങ്കിൻ്റെ MAH മാത്രം 10,000 MAH 20,000 MAH 30,000 MAH മാത്രം നോക്കി നിങ്ങൾ ഒരിക്കലും പവർ ബാങ്ക് വാങ്ങരുത്. അതിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്ന എത്ര വാട്ട്, ഔട്ട്പുട്ട് വാട്ട് എത്ര ആണ് എന്നുള്ളത് കൂടി ചെക്ക് ചെയ്ത് വേണം വാങ്ങാൻ. ഇപ്പോൾ ഇറങ്ങുന്ന ഫോണുകളെല്ലാം ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്ന നല്ല ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്ന ഫോണുകളാണ്. 25 വാട്ടിൽ കൂടുതൽ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്ന ഫോണാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണെങ്കിൽ നിങ്ങൾ നല്ലതോണം വാങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു 30 വാട്ടിൽ കൂടുതലുള്ള 30 വാട്ട് അല്ലെങ്കിൽ 30 വാട്ടിൽ കൂടുതലുള്ള ഒരു ഔട്ട്പുട്ട് നൽകുന്ന ഒരു ഫാസ്റ്റ് ചാർജ് ഒരു പവർ ബാങ്ക് വാങ്ങുന്നതാണ് ഏറ്റവും ബെറ്റർ. ഒരു കാരണവശാലും 18 വാട്ടിന് താഴോട്ടുള്ള പവർ ബാങ്ക് വാങ്ങാതിരിക്കാൻ മെയിനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞങ്ങൾ തന്നെ ഈ ഒരു കാറ്റഗറി അനുസരിച്ച് 10,000 20,000 30,000 MAH പവർ ബാങ്ക് അത് ഇത്ര വാട്ട് കാറ്റഗറി കണക്കാക്കി 10 വാട്ട് 12 വാട്ട് 18 വാട്ട് 30 വാട്ടൊക്കെ കാറ്റഗറി കണക്കാക്കി ബെസ്റ്റ് ആയിട്ടുള്ള പവർ ബാങ്ക് ഞങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ സൈറ്റിൽ. ആ സൈറ്റിൽ കയറി നിങ്ങൾക്ക് ട്രസ്റ്റഡ് ആയിട്ടുള്ള ആമസോണിൽ പോയി തന്നെ നിങ്ങൾക്ക് സാധനം പവർ ബാങ്ക് വാങ്ങാവുന്നതാണ്. വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഞങ്ങൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് നിങ്ങൾക്ക് കയറി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നിങ്ങൾ നോക്കി വാങ്ങാവുന്നതാണ്. ബെസ്റ്റ് ക്വാളിറ്റി, ലോ പ്രൈസ്, ഹൈ വാട്ട്, ഹൈ MAH മെയിനായിട്ട് നോക്കുക. ഒരു പവർ ബാങ്ക് വാങ്ങുമ്പോഴത്തേക്കും എത്ര MAH ആണ്, അതുപോലെ തന്നെ എത്ര വാട്ടാണ്, അതിൻ്റെ മറ്റ് പ്രൊട്ടക്ഷൻസ് കാര്യങ്ങളെല്ലാം നോക്കി നിങ്ങൾ വാങ്ങുക. മെയിനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.